ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല നാടൻ മീൻകറീൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇങ്ങനൊരു കറി വെച്ചാലുണ്ടല്ലോ ഉറപ്പായിട്ടും ഇത് കഴിച്ചവർ ചോദിക്കും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ ഒരു കറി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തലേന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാവുമല്ലോ, ഭയങ്കര ടേസ്റ്റല്ലേ. ആ ഒരു കറിൻ്റെ ടേസ്റ്റാട്ടാ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഞാനിപ്പോൾ കുടംപുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 കുടംപുളി ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നാടൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഈ കറിക്ക് മസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും അതൊന്ന് പൊട്ടി തീരാറാവുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പിടി കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതിയാവും. അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അരക്കപ്പോളം വരും കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം നമ്മൾ ചെറിയുള്ളി ഒന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്തിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പൊടിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു തക്കാളി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ തക്കാളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം അരച്ചെടുത്തിട്ടാണ് പൊതുവെ ചെയ്യാറ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആ ഒരു തക്കാളിൻ്റെയും കൂടി പച്ചച്ചുവ മാറുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ.
അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കുടംപുളിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും, ഒന്നും ആവില്ല കേട്ടോ. നമുക്കൊരു 1 വീക്ക് വരെ റീയൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയാൽ കുറച്ച് ഉപ്പ് കുറവുണ്ടേനു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പോ പുളിയോ എരിവോ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് അയിലയാണ്. ഞാനിപ്പോൾ 3 വലിയ അയില ഇതേപോലെ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം, ഞാനിപ്പോൾ അയില വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഓരോരോ പീസായിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റിന് ശേഷം ഞാനിതാ മൂടി തുറന്ന് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഒരു സ്മെല്ലുണ്ടല്ലോ ഈ ഒരു മൂടി തുറക്കുമ്പോഴുള്ള, സൂപ്പറാട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അയിലയായതുകൊണ്ട് വേവുമല്ലോ. ഇനി നമ്മൾ സ്പൂണിട്ട് ഇളക്കാണ്ട് ഇതുപോലെ നമ്മുടെ ചട്ടിയുടെ അപ്പുറവും ഇപ്പുറവും ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് മീനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും സ്പൂണിട്ട് ഇളക്കുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മീനെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഈ ഒരു കറിക്ക് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിതിൽ ഹൈലൈറ്റ്. അപ്പം നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലേ, പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റാട്ടോ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ചട്ടിയിലെല്ലാം ഉണ്ടാക്കിയോണ്ട് തന്നെ ഈ ഒരു തിളക്കുന്നത് അതിങ്ങനെ തിളച്ചുകൊണ്ടേ നിൽക്കും, ഒരു തണിയുന്നത് വരെ തിളച്ചുകൊണ്ടേ നിൽക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കറി പകുതിയായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ സെർവ് ചെയ്യുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല കപ്പ ഉണ്ടല്ലോ, കപ്പ വേവിച്ചിട്ട് ഈ ഒരു കറി അതിൻ്റെ മേലിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ ഒരു മീൻ മുളക്.
അപ്പോൾ ഞാനെന്തായാലും ചോറ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കറി പകുതി ആയിട്ടുണ്ടാവുമെന്ന്, അതുപോലെ തന്നെ പകുതി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ല നാടൻ കറിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.